അങ്കോളയിൽ മണ്ണിനടിയിൽ കുടുങ്ങിയ അർജുനായുള്ള തിരച്ചിൽ തുടരുന്നു. തുടർച്ചയായ 5-ാം ദിവസമാണ് തിരച്ചിൽ നടത്തുന്നത്. NDRF-ഉം നാവികസേനയും സംയുക്തമായാണ് തിരച്ചിൽ നടത്തുന്നത്. സിജു കണ്ണൻ അവിടെ നിന്ന് തത്സമയം ചേരുന്നുണ്ട്. സിജു, 5:30-യോടെ തിരച്ചിൽ പുനരാരംഭിക്കുമെന്നായിരുന്നു കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നത്. നിലവിലെ സാഹചര്യം എന്താണ്? ആര്യ 6:30 കൂടിയായിരിക്കും തിരച്ചിൽ ആരംഭിക്കുന്നത്. സംസ്ഥാന ദുരന്ത നിവാരണ സേന, ദേശീയ ദുരന്ത നിവാരണ സേന, നാവികസേന, പോലീസ്, അഗ്നിരക്ഷാ സേന ഉൾപ്പെടെയുള്ളവരാണ് തെരച്ചിലിൽ പങ്കെടുക്കുന്നത്. സംയുക്ത തെരച്ചിൽ 6:30 കൂടി ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം രാത്രി 9 മണിയോടുകൂടിയാണ് തെരച്ചിൽ അവസാനിപ്പിച്ചത്. പ്രതികൂല കാലാവസ്ഥയെ തുടർന്നാണ് രാത്രി തുടരുമെന്ന് അറിയിച്ചിരുന്ന ഈ തെരച്ചിൽ അവസാനിപ്പിച്ചിരിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലം അങ്കോള ഭാഗമാണ്. അങ്കോള ഭാഗത്ത് ദേശീയപാതയിൽ നിന്ന് ഇവിടെ നിന്ന് ഏതാണ്ട് ഒരു 3 കിലോമീറ്റർ ദൂരത്താണ് ഈ അപകടം നടന്ന സ്ഥലം ഉള്ളത്. ആ സ്ഥലത്തേക്ക് ഇപ്പോൾ നിലവിൽ ആളുകളെ കടത്തിവിടുന്നില്ല, നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. തെരച്ചിൽ ആരംഭിച്ചാൽ അങ്ങോട്ട് പ്രവേശനം ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വലിയ ഒരു ദുരന്തമാണ് ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം മുതൽ സംസ്ഥാന സർക്കാർ നടത്തിയ ഇടപെടലിന്റെ ഭാഗമായാണ് ഈ കാണുന്ന രീതിയിലേക്ക് രക്ഷാപ്രവർത്തനം മാറിയത്. ഇന്നലെ മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ച് ലോറിയുടെ GPS സംവിധാനം അവസാനം കണ്ട സ്ഥലത്തിനടുത്താണ് തെരച്ചിൽ നടത്തുന്നത്. മെറ്റൽ ഡിറ്റക്ടർ വഴി പക്ഷേ കൃത്യമായ വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ല. വിവരം ലഭിച്ചാൽ ആ സ്ഥലത്ത് കുഴി ഉണ്ടാക്കി അവിടെ തിരച്ചിൽ നടത്താനായിരുന്നു തീരുമാനിച്ചിരുന്നത്. എന്നാൽ രാത്രി 9 മണിയോടുകൂടി പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് തെരച്ചിൽ നിർത്തുന്ന സാഹചര്യമായിരുന്നു. ഭൂമിശാസ്ത്രപരമായി വലിയ പ്രശ്നങ്ങളുള്ള സ്ഥലമാണ്. ഈ ദേശീയപാതയുടെ ഒരു വശത്ത് വലിയ കുന്നാണ്, മറ്റൊരു ഭാഗത്ത് ഗംഗാവാലി പുഴയും. ഈ വലിയ കുന്ന് ഇടിഞ്ഞ് റോഡിലേക്ക് വരുന്ന ഒരു സാഹചര്യമായിരുന്നു. അങ്ങനെയായിരുന്നു ഈ അപകടം ഉണ്ടായത്. ഇപ്പോൾ രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴും ചെറിയ മണ്ണിടിച്ചിലുണ്ടാകുന്നുണ്ട്. അത് ആ ഒരു സാഹചര്യം നിലനിർത്തിയാണ് ഇന്നലെ രാത്രി ഈ തെരച്ചിൽ നിർത്തേണ്ടി വന്നത്. ഇന്നിപ്പോൾ 6:30 കൂടി തെരച്ചിൽ ആരംഭിക്കും. ഇന്നിപ്പോൾ അത്യാവശ്യം കൂടുതൽ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട്, സാങ്കേതിക സംവിധാനങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ടായിരിക്കും തെരച്ചിൽ എന്നാണ് അറിയുന്നത്. ബാംഗ്ലൂരിൽ നിന്ന് റഡാർ സംവിധാനം ഉൾപ്പെടെ എത്തിച്ചുകൊണ്ടുള്ള ഒരു തെരച്ചിൽ നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതിനുശേഷം ഈ റഡാർ സംവിധാനം വഴി ഇത് കണ്ടെത്താൻ കഴിഞ്ഞാൽ ഹ്യൂമൻ ചെയിൻ സംവിധാനം വഴി, അതായത് ഒരാൾക്ക് കടന്നു പോകാൻ കഴിയുന്ന രീതിയിൽ മണ്ണ് നീക്കം ചെയ്തുകൊണ്ട് ഈ ഭാഗത്ത് പരിശോധന നടത്താനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഏതായാലും പ്രതീക്ഷയോടെ എല്ലാവരും കാത്തിരിക്കുകയാണ്. തിരച്ചിലിൽ അർജുനെ കണ്ടെത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഉള്ളത്. ആര്യ, തീർച്ചയായും സിജു പറഞ്ഞതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. തുടക്കത്തിൽ മന്ദഗതിയിലായിരുന്ന ഈ ഒരു രക്ഷാപ്രവർത്തനം സംസ്ഥാന സർക്കാരിന്റെ ഇടപെടലിലൂടെയാണ് ഈ ഒരു വേഗത്തിലാക്കിയത്. അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ആര്യ, ചൊവ്വാഴ്ച രാവിലെ 8:30 ഈ അപകടം നടന്നത്. പക്ഷേ കേരളത്തിൽ സംസ്ഥാന സർക്കാർ ഉൾപ്പെടെ ഈ വിവരം അറിയുന്നതിന് വേണ്ടി ഏറെ സമയമെടുത്തു എന്നുള്ളതാണ്. ഏറെ സമയമെന്ന് പറഞ്ഞാൽ മണിക്കൂറുകൾ മാത്രമല്ല, 3 ദിവസത്തിന് ശേഷമാണ് സംസ്ഥാന സർക്കാർ ഈ വിവരം അറിയുന്നത്. അതിനുശേഷമാണ് മുഖ്യമന്ത്രിയും അതോടൊപ്പം തന്നെ മന്ത്രിമാരും എല്ലാം തന്നെ ഇടപെടൽ നടത്തുന്നത്. ഈ ഇടപെടലിന് ശേഷമാണ് ഈ നിലവിൽ കാണുന്ന രീതിയിലേക്ക് രക്ഷാപ്രവർത്തനം മാറിയത്. വലിയൊരു വീഴ്ച ആദ്യഘട്ടത്തിൽ രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് കർണാടകയുടെ ഭാഗത്ത് നിന്നുണ്ടായി എന്നാണ് മനസ്സിലാക്കുന്നത്. കൃത്യമായി ഇതിനകത്ത് അർജുൻ ഉൾപ്പെടെയുള്ള ആളുകൾ കുടുങ്ങിക്കിടപ്പുണ്ടോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം ഉണ്ടായില്ല. മണ്ണ് ഒരു ഭാഗത്ത് നിന്ന് നീക്കം ചെയ്യുന്നതല്ലാതെ മറ്റു വാഹനങ്ങളോ മനുഷ്യജീവനോ അതിനകത്ത് കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ കൃത്യമായി പരിശോധിക്കുന്നതിനും അതിലൊരു വ്യക്തത വരുത്തുന്നതിനും വലിയ വീഴ്ചയാണ് ഉണ്ടായത്. കുടുംബത്തിൽ നിന്നും ഈ വിവരം അറിഞ്ഞ് കഴിഞ്ഞ ദിവസം രാവിലെ മുതലാണ് സംസ്ഥാന സർക്കാർ ഈ കാര്യത്തിൽ കൃത്യമായി ഇടപെട്ട് തുടങ്ങിയത്. അതിനുശേഷമാണ് മുഖ്യമന്ത്രി നേരിട്ട് തന്നെ ഇടപെട്ടു. അതോടൊപ്പം തന്നെ മന്ത്രിമാരായ മുഹമ്മദ് റിയാസ്, AK ശശീന്ദ്രൻ, ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാർ ഉൾപ്പെടെയുള്ള ആളുകളുടെ ഒരു ഇടപെടലിനെ തുടർന്നാണ് ഈ രീതിയിലേക്ക് തെരച്ചിൽ മാറിയത്. ആദ്യഘട്ടത്തിൽ മന്ദഗതിയിലായിരുന്ന തെരച്ചിൽ കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് ശേഷമാണ് കാര്യക്ഷമമായ രീതിയിലേക്ക് മാറിയത്. നാവികസേനയുടെ ഒരു സേവനം ലഭ്യമാക്കിയത്, അതോടൊപ്പം ഈ പ്രദേശത്ത് GPS സംവിധാനം ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ടുള്ള GPS സംവിധാനം പരിശോധിച്ചുകൊണ്ട് ആ രീതിയിലേക്ക് പരിശോധന മാറിയത്. രാത്രിയോടുകൂടിയാണ് മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ചുള്ള പരിശോധനകൾ ആരംഭിച്ചത്. ഒരുപാട് മണിക്കൂറുകൾ വൈകിയ ശേഷമാണ് ഈ തിരച്ചിൽ നടന്നത് എന്നതാണ് ദുഃഖകരമായ സത്യം. ഇന്ന് രാവിലെ 8:30 ആകുമ്പോൾ 4 ദിവസം പൂർത്തിയാകുന്നു. 5-ാം ദിവസത്തിലേക്ക് കടക്കുന്നു. ഏതായാലും ഈ മണിക്കൂറിലും പ്രതീക്ഷ കൈവിടാതെ അർജുനായി കാത്തിരിക്കാമെന്നാണ് ഈ നിമിഷം പറയാനുള്ളത്. ഇന്ന് സൈന്യത്തിന്റെ ഉൾപ്പെടെ സേവനം ലഭ്യമാകും. അതുകൊണ്ട് തന്നെ കൂടുതൽ സാങ്കേതിക സംവിധാനം
സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടായിരിക്കും ആ തിരച്ചിലിൽ ഈ ലോറി കണ്ടെത്താൻ കഴിയും, അതിനകത്ത് അർജുനെ കണ്ടെത്താൻ കഴിയുമെന്നൊരു പ്രതീക്ഷയാണ് ഉള്ളത്. കഴിഞ്ഞ ദിവസം ഈ ഗംഗാവാലി പുഴയിലേക്ക് മണ്ണും ആ പാറക്കല്ലുകളും കുത്തിയൊലിച്ചു പോയ ഭാഗത്തേക്ക് ലോറി അകപ്പെട്ടിട്ടുണ്ടോ എന്നുൾപ്പെടെയുള്ള പരിശോധനകൾ നാവികസേനയുടെ നേതൃത്വത്തിൽ നടത്തിയിരുന്നു. എന്നാൽ ആ ഭാഗത്തേക്ക് ലോറി പോയിട്ടില്ല എന്നാണ് ഈ പരിശോധനയിൽ നിന്ന് വ്യക്തമായത്. കൃത്യം ഈ മണ്ണിനടിയിൽ തന്നെ ലോറി ഉണ്ട് എന്ന തരത്തിലാണ് GPS സിഗ്നലുകൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും കഴിഞ്ഞ ദിവസങ്ങളിൽ മറ്റൊരു പ്രധാനപ്പെട്ട സംഭവമായിരുന്നു ഈ ഒരു രക്ഷാദൗത്യത്തിന് കനത്ത മഴയും അതുപോലെ തന്നെ മണ്ണിടിച്ചിലും വെല്ലുവിളി സൃഷ്ടിച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്ന് നിലവിലുള്ള ഒരു കാലാവസ്ഥ എങ്ങനെയാണ്? ഇതിന് അനുയോജ്യമായ ഒരു കാലാവസ്ഥയാണോ നിലവിൽ കാണാൻ കഴിയുന്നത്? നിലവിൽ ഈ നിൽക്കുന്ന സ്ഥലത്ത് മഴ മാറി നിന്നിട്ടുണ്ട്. പക്ഷേ ഇടപെട്ട ശക്തമായ മഴയാണ് ഈ പ്രദേശത്ത് പെയ്തുകൊണ്ടിരിക്കുന്നത്. 18-ാം തീയതി വരെ റെഡ് അലേർട്ട് നിലനിന്നിരുന്ന ശക്തമായ മഴ നിലനിന്നിരുന്ന ഒരു പ്രദേശമാണ്. അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം വൈകുന്നേരങ്ങളിൽ അല്പസമയം ഈ മഴ മാറി നിന്നെങ്കിലും പിന്നീട് രാത്രിയോടുകൂടി മഴ ശക്തമാവുകയായിരുന്നു. മഴ മാറി നിന്ന സമയത്താണ് മണ്ണ് നീക്കം ചെയ്യുന്നതും അതോടൊപ്പം തന്നെ മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ചുള്ള പരിശോധനകളും എല്ലാം തന്നെ നടന്നത്. പിന്നീട് ഈ മണ്ണ് നീക്കം ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് തടസ്സം സൃഷ്ടിച്ചുകൊണ്ട് ശക്തമായ മഴ പ്രദേശത്ത് പെയ്യുകയായിരുന്നു. രാത്രി മുഴുവൻ ശക്തമായ മഴയാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഏതായാലും രാവിലെ മഴ അല്പനേരത്തേക്ക് മാറി നിൽക്കുന്നുണ്ട്. ഈ അനുകൂലമായ കാലാവസ്ഥയുണ്ടായാൽ തെരച്ചിൽ കൂടുതൽ സുഗമമാവും. തീർച്ചയായും സിജു, മണ്ണും അതുപോലെ തന്നെ പാറക്കെട്ടും ഉൾപ്പെടെയുള്ളവ നീക്കം ചെയ്യേണ്ടതുണ്ട്. എന്തൊക്കെ സാങ്കേതിക സംവിധാനങ്ങളാണ് അവിടെ ഏർപ്പെടുത്തിയിട്ടുള്ളത്? കഴിഞ്ഞ ദിവസം മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ചുള്ള ഒരു പരിശോധനയാണ് നടത്തിയത്. മെറ്റൽ ഡിറ്റക്ടർ അതിൻ്റെ ഒരു പരിമിതി എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം കൊണ്ടുവന്ന മെറ്റൽ ഡിറ്റക്ടർ 2.5 മീറ്റർ ആഴത്തിൽ ഉള്ള സംഭവങ്ങൾ മാത്രം കണ്ടുപിടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള മെറ്റൽ ഡിറ്റക്ടർ സംവിധാനമാണ് ഉപയോഗിച്ചത്. പക്ഷേ ഇതിന് വളരെയധികം പരിമിതിയുണ്ട്. കാരണം വലിയ രീതിയിൽ 3 ആൾ പൊക്കത്തിൽ ഈ മണ്ണും കല്ലും അടിഞ്ഞു കിടക്കുകയാണ്. അതിനും താഴത്തേക്ക് ആഴത്തിൽ ലോറി ഉണ്ടെങ്കിൽ അത് കണ്ടെത്താനുള്ള ഒരു ബുദ്ധിമുട്ട് ഈ നിലവിൽ ഉപയോഗിക്കുന്ന സംവിധാനത്തിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നിലവിൽ കൂടുതൽ സാങ്കേതിക സംവിധാനത്തിലേക്ക് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. റഡാർ സംവിധാനം ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധന തിരച്ചിൽ നടക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇതിനായി ബാംഗ്ലൂരിൽ നിന്ന് സാങ്കേതിക സംവിധാനങ്ങൾ ഉപകരണങ്ങൾ കൊണ്ടുവരുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. റഡാർ സംവിധാനം ഉപയോഗിച്ച് ലോറി കൃത്യമായുള്ള സ്ഥലം കണ്ടുപിടിക്കാൻ കഴിഞ്ഞാൽ ആ സ്ഥലത്തേക്ക് ഹ്യൂമൻ ചെയിൻ മാതൃക, അതായത് ഒരാൾക്ക് കടന്നു പോകാൻ പറ്റുന്ന രീതിയിൽ മണ്ണ് മാറ്റിക്കൊണ്ട് ആ ഭാഗത്ത് പരിശോധന നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇന്നെന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിലെ ഇതുപോലെ ആയിരിക്കില്ല എന്ന് പ്രതീക്ഷിക്കാം. കൂടുതൽ സാങ്കേതിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു തിരച്ചിലായിരിക്കും ഇന്ന് നടത്താൻ പോകുന്നത്. സൈന്യത്തിന്റെ ഉൾപ്പെടെ സേവനം ഇതുമായി ബന്ധപ്പെട്ട് ലഭ്യമാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായും തുടർച്ചയായ 5-ാം ദിവസവും തിരച്ചിൽ പുരോഗമിക്കുകയാണ്. NDRF-ഉം നാവികസേനയും സംയുക്തമായാണ് ഇന്നത്തെ തിരച്ചിൽ നടത്തുക. പ്രദേശത്ത് പെയ്യുന്ന കനത്ത മഴയും മണ്ണിടിച്ചിലും ഭീഷണിയും രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളിയും സൃഷ്ടിച്ച ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. തിരച്ചിലിനായി ബംഗളൂരുവിൽ നിന്ന് റഡാറുകൾ കൂടി എത്തിക്കും. അവിടെ നിന്നുള്ള വിവരങ്ങളാണ് സിജു കണ്ണൻ നൽകിക്കൊണ്ടിരിക്കുന്നത്.